ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണം 14-ാമത്തെ അധ്യായം പ്രഥമസ്കന്ധത്തിലെ 44, 45 2 ശ്ലോകങ്ങൾ ഇപ്പോൾ പറയണു. ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അപിസ്വിൽ പര്യഭുങ്ധാസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ ജുഗുപ്സിതം കർമ്മ കിഞ്ചിൽ കൃതവാൻ നയദക്ഷമം കൃതവാൻ ന യത് അക്ഷമം. സംഭോജ്യ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് ആഹരിപ്പിക്കുക, അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള വൃദ്ധ ബാലകാൻ കുട്ടികൾ, വൃദ്ധന്മാർ, പര്യഭുങ്ധാഹ അപി സ്വിദ് ഉപേക്ഷിക്കപ്പെട്ടു. പര്യഭുങ്ധാഹ അപ്പോൾ അവരെ ഉപേക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനു മുന്നേ നീ ആഹരിച്ചോ. പര്യഭുങ്ധാഹ അപി സ്വിദ്, നീ ഇവരെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതെ കണ്ട് നീ ആഹരിച്ചു. അത് വളരെ പ്രധാനം. കാരണന്മാർക്ക് കുട്ടികൾക്ക് ആദ്യം കൊടുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ ആഹാരം കഴിക്കാനായിട്ട്. സദ്യയ്ക്ക് വിളമ്പുമ്പോൾ അങ്ങനെയാണ്. ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള വലിയ ആളുകളെ ആദ്യം വിളിക്കും, ഒപ്പം തന്നെ കുട്ടികളെയും വിളിക്കും. ആരാണോ ആദ്യം വരുന്നത് വെച്ചാൽ അവർക്ക്. എന്നാലും സാധാരണഗതിയിൽ ഈ കുട്ടികൾ കാരണന്മാർക്ക് ആദ്യം സീറ്റ് കൊടുക്കും. അപ്പോൾ അവർക്ക് വിളമ്പിയതിൻ്റെ ശേഷം കുട്ടികൾക്ക് വിളമ്പും. ഒരേ പന്തിയിൽ രണ്ടും കൂടിയിട്ട് പതിവുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുത്തേണ്ടതിന് പകരം നീ ആദ്യം കയറിയിരിക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഈ ജന്മത്തിലല്ല, എത്ര ജന്മത്തിൽ അനുഭവിക്കണം എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ തന്നെ അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ അതും അറിയില്ല. ഞാൻ എൻ്റെ കുട്ടിയെ പറഞ്ഞേക്കില്ല, ഞങ്ങളുടെ ഒപ്പേ കുട്ടി ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശാഠ്യമാണ് നമുക്കൊക്കെ. ഇന്നത്തെ ലോകത്ത് അതാണ്. പണ്ടൊക്കെ ഇത് നമ്മുടെ കുട്ടിക്കാലത്ത് ധാരാളമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണന്മാരെ ആദ്യം വിളിച്ചിരുത്തും, ഏറ്റവും ബഹുമാനിക്കേണ്ടവരെ, ഏറ്റവും പ്രായം കൂടിയവരെ. അവർക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും അവരും ആ ബഹുമാനത്തെ സ്വീകരിക്കും, ബഹുമാനിക്കലിനെ സ്വീകരിക്കണം. അതുകൊണ്ട് അവരവിടെ ഇരിക്കും, കുറച്ചേ കഴിക്കുള്ളൂ. അതേപോലെ കുട്ടികൾ ഓടി വന്നിട്ട് കുട്ടികൾ ആദ്യരിക്കും. ഒരു പക്ഷേ അവർ രണ്ടാമത് ഒടുക്കം വന്നിരുന്നുണ്ടായില്ല. അത് വേറെ വിഷയം. പക്ഷേ ആ സമയത്ത് ഒളിമ്പിക് കൊടുക്കാനും അവരുടെ വിരുതുകളും ഇതൊക്കെ ആസ്വദിച്ച് ഒളിമ്പിക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് വലുതായിട്ട് ശേഷമല്ല, അത് വേറെ വിഷയം. വലുതായപ്പോഴേക്കൊക്കെ കാര്യങ്ങൾ ലേശമൊക്കെ വ്യത്യാസം വന്നു. കുട്ടിക്കാലത്ത് ഇത് രണ്ടും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആ സീറ്റിലേക്ക്, ഈ കുട്ടികളുടെ സീറ്റിലേക്ക് നമ്മൾ അന്ന് ചെന്നേർന്നില്ല. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്, അത് പോട്ടെ. പക്ഷേ എങ്കിലും ആ വിരുതുകളൊക്കെ, അതേപോലെ തന്നെ ഈ ചില ശാഠ്യങ്ങൾ, കാരണന്മാരുടെ ചില ശാഠ്യങ്ങൾ ആവശ്യമില്ലാത്തതാണെന്ന് തോന്നിയിട്ടുണ്ടെന്ന് അത് അനുഭവിക്കണം. അതിൻ്റെ ആ ഒരു സുഖം ഇത് കേൾക്കുന്ന ചിലവരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രത്യേകിച്ച് ബ്രാഹ്മണ കുലത്തിലാണ് കൂടുതൽ കാണുക. എല്ലാവരിലും അങ്ങനെ ഉണ്ടോ എന്ന് സംശയം ഇല്ല എന്ന് വേണം കരുതാൻ. എങ്ങനെയായാലും ബ്രാഹ്മണ കുലത്തിൽ അതുണ്ട്, പ്രത്യേകമായിട്ട് കാണാം. ഓണമ്പണേനുള്ള ചിട്ട അതൊക്കെ വളരെ. അപ്പോൾ ഇവിടെ ചോദിച്ചത് അതാണ്, എന്ത് അവിസ്യത് പര്യഭുങ്ധാസ്ത്വം, മറ്റുള്ളവർക്ക് കൊടുക്കുക അതിൻ്റെ മുന്നേ ആയിട്ട്. അത് അങ്ങനെ സംഭോജ്യാൻ വൃദ്ധബാലകാൻ. ഈ ഊണ് കഴിക്കല് വൃദ്ധന്മാർക്ക്, കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം അല്ലേ അർജുന നീ ഊണ് കഴിച്ചിട്ടുള്ളൂ. പിന്നെയോ അടുത്തെന്താ? നീ അക്ഷമം, യത് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള, യോഗ്യമല്ലാത്തതായിട്ടുള്ള, അയോഗ്യമായിട്ടുള്ള, ജുഗുപ്സിതം നിന്ദിക്കപ്പെട്ടതായിട്ടുള്ള, കിഞ്ചിത് കർമ്മ ഏതെങ്കിലും പ്രവൃത്തി, കൃതവാൻ ചെയ്തിട്ടില്ലല്ലോ, ചെയ്യില്ല, എന്നാലും ജുഗുപ്സിതമായിട്ടുള്ള കർമ്മങ്ങൾ, അർഹതപ്പെടാത്ത, പറയാൻ പറ്റാത്തതായിട്ടുള്ള, ഗോപ്യമായിട്ടുള്ള തെറ്റുകൾ, പറയാൻ പറ്റൂല എന്നാൽ ഞാൻ ശിക്ഷ വിധിക്കുകയും ചെയ്യും, സ്വയമേവ ഞാൻ ശിക്ഷ സ്വീകരിക്കും. അങ്ങനെയുള്ള വല്ല തെറ്റുകളും, കിഞ്ചിത് കൃതവാൻ, അങ്ങനെ വല്ല നീ ചെയ്തിട്ടുണ്ടോ? ഏത് അക്ഷമം, ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വല്ല തെറ്റും നീ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷേ സൽക്കരിക്കേണ്ടവരെ സൽക്കരിക്കണം. വൃദ്ധന്മാരെ ആദ്യം ബഹുമാനിച്ച് അവർക്ക് കൊടുക്കണം, ബാലന്മാർക്ക് ആദ്യം കൊടുക്കണം. അത് ഉപേക്ഷിച്ചിട്ട് നീ സ്വയമേവ ഭക്ഷണം കഴിക്കണ്ടായോ? അതേപോലെ ആദ്യം കഴിക്കണ്ടായോ? പന്തിയിലല്ലാതെയാണ്. ഇപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കി അത് എല്ലാവർക്കും കൂടി കൊടുക്കുമ്പോൾ ആദ്യം വൃദ്ധന്മാർക്കും കുട്ടികൾക്കും കൊടുക്കണം, എന്നിട്ട് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കാവൂ. ആ നിയമമുണ്ട്. അങ്ങനെ വല്ല തെറ്റിച്ചോ, നീചകർമ്മം ചെയ്തോ? അത് നീചകർമ്മമാണ്. അത് ചെയ്തു എന്നാ ചോദ്യം. അഭിസ്വിത് പര്യഭുങ്ധാസ്ത്വം, ഇതേപോലെ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഈ
ഈ അങ്ങനെ സംഭവിച്ചു. ഈ സംഭോജ്യാൻ ആഹരിക്കുക എന്നത് മുന്നേ ചെയ്യേണ്ടവര് വൃദ്ധബാലകാൻ അവർക്കാണ് കൊടുക്കേണ്ടത്. അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ പര്യഭുങ്ധാഹ നീ ആഹരിച്ചുവോ, അഭിസ്വിത് അങ്ങനെ സംഭവിച്ചുവോ, അവരെ ഉപേക്ഷിച്ചുവോ. ജുഗുപ്സിതം കർമ്മ അത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ്, മറ്റുള്ളവരെ അറിയാനും പാടില്ല. അപ്പോൾ അത് പറയാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും ഇതുപോലത്തെ വല്ല കർമ്മങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ പറയാൻ പറ്റുക. ഗോപ്യമായിട്ട് വെച്ചിട്ട് എന്നാൽ ശിക്ഷാർഹാണ് ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ജുഗുപ്സിതം കർമ്മ ഏത് കിഞ്ചത് ഏതെങ്കിലും ഒന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? കൃതവാൻ നീ ചെയ്തിട്ടുണ്ടോ? എന്നാ ഏത് അക്ഷമം എന്നാലോ അതിന് ക്ഷമിക്കാൻ പറ്റൂല, ശിക്ഷ ഉണ്ടോ ഉറപ്പാ. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അഭിസ്വിത് പര്യഭുങ്ധാസ്ത്വം സംഭോജ്യാൻ വൃദ്ധ ബാലകാൻ ജുഗുപ്സിതം കർമ്മ കിഞ്ചിൽ കൃതവാൻ ന യത് അക്ഷമം. ഇനി 45-ാമത്തെ ശ്ലോകം. കച്ചിൽ പ്രേഷ്ഠതമേനാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേ തേന്യഥാ നരുക്ക്. നിത്യം പ്രേഷ്ഠതമേന എപ്പോഴും പരമപ്രേമ ആസ്പദമായിരിക്കുന്ന പ്രേമം, പ്രേഷ്ഠതമം നമ്മുടെ പ്രേമം അല്ല കേട്ടോ, ആണും പെണ്ണും തമ്മിലുള്ള പ്രേമം അതല്ല. പ്രേഷ്ഠതമം ചേർന്നിരിക്കുക, ഏറ്റവും ഇഷ്ടത്തോടു കൂടിയിട്ട് വേർപെടാൻ പറ്റാത്ത രീതിയിൽ ചേർന്നിരിക്കുന്നതിനെ ഭാര്യ ഭർത്തൃബന്ധം അങ്ങനെയാണ്, കാമുകി കാമുക ബന്ധം അങ്ങനെയാണ്, ഗുരു ശിഷ്യ ബന്ധം അങ്ങനെയാണ്, അച്ഛൻ മകൻ ബന്ധം അങ്ങനെയാണ്, മുത്തശ്ശൻ പേരക്കുട്ടൻ ബന്ധം അങ്ങനെയാണ്, വിദ്യാർത്ഥി ഗ്രന്ഥം അങ്ങനെയാണ്. വ്യക്തികൾക്ക് മാത്രമൊന്നല്ല. അപ്പോൾ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ട വസ്തു, അമൂല്യമായിട്ടുള്ള വസ്തു, അതിനോടുള്ള അതും പ്രേമം തന്നെയാണ്. നമുക്ക് പ്രേമം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള ഈ ശാരീരികം അത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, അത് പ്രേമഭക്തി തന്നെ വേണം, ചേർന്നിരിക്കണം എന്നർത്ഥം. എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം, ദേഹത്തോട് ഒട്ടി നിൽക്കുന്നുണ്ട് എന്ന് തോന്നണം. പൂണുനൂലിടുന്ന പോലെ അതൊരിക്കലും വിട്ടുപോരാൻ പാടില്ല. അതാണ് മറ്റേ ഈ താലി ഇല്ലേ, താലി പോലെ അങ്ങനെയൊക്കെ വേണം, അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് പ്രേമം വേണ്ടത്. അപ്പോൾ നിത്യം പ്രേഷ്ഠതമേന എപ്പോഴും ഈ അടുത്ത് ചേർത്തിരിക്കുക, അത്രയും പ്രേമത്തോട് കൂടിയിട്ട്. ആത്മബന്ധുന നിന്റെ ബന്ധുവായിട്ടുള്ള കൃഷ്ണനോട്, സുഭദ്രയോടല്ല, കൃഷ്ണന്റെ സഹോദരിയോടല്ല, പത്നിയോടല്ല, അത് വേണം, അത് വേറെ. പാഞ്ചാലിയോട് അത് വേറെ. അപ്പോൾ കൃഷ്ണനോട് പ്രേഷ്ഠതമമായിട്ടുള്ള പ്രേമത്തോട് കൂടിയിട്ട് ഇരുന്നില്ലേ എന്നാ ചോദ്യം. എപ്പോഴെങ്കിലും കൃഷ്ണനെ വിട്ടു പിരിഞ്ഞോ? കൃഷ്ണാർജുനന്മാർ വിട്ടുപിരിയാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് 7 മാസമായി. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വല്ലവരും നിന്നെ അവമാനിച്ചോ? നീ മറ്റേ ആദ്യം ആഹാരം കഴിക്കുക അങ്ങനെ വല്ല തെറ്റും ചെയ്തോ? നിന്നെ വല്ലവരും മറ്റേ സ്ത്രീകൾ പ്രാപിക്കണം എന്ന് പറഞ്ഞു, നീ ഒഴിവാക്കിയോ? നിനക്ക് ആഗ്രഹം തോന്നി, അങ്ങനെ വല്ലവരും നീ പ്രാപിച്ചോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചോദിച്ചതേ. അപ്പോൾ കൃഷ്ണനോട് ബന്ധം നിനക്ക് എപ്പോഴെങ്കിലും വിട്ടുപോരേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെയോ രഹിത, മാത്രമല്ല ആത്മബന്ധുനാരഹിത, ഈ ആത്മബന്ധുവായിട്ടുള്ള ഭഗവാനോട് നാം എപ്പോഴും പ്രേമത്തോടു കൂടിയിട്ട് ഒപ്പം ചേർന്ന് നിൽക്കണം. അഥവാ അവിടെ നിന്നും നമ്മുടെ മനസ്സ് കുറച്ച് സമയം, സെക്കൻഡുകൾ കൃഷ്ണനിൽ നിന്നും വിട്ടു പോന്നിട്ടുണ്ടോ? പരമാത്മരഹിതനായിട്ട് ഇരുന്നുണ്ടോ എന്നാ ചോദ്യം. കൃഷ്ണനെ മനസ്സിൽ നിന്നും വിട്ടുപിരിയുക ഉണ്ടായിണ്ടോ? കൃഷ്ണസ്മരണ വിപദ് വിസ്മരണം കൃഷ്ണ, വിപദ് വിസ്മരണം വിഷ്ണോഹോ. അത് ആപത്താണേ. കൃഷ്ണനെ വിഷ്ണുവിനെ സ്മരിക്കാത്തത് ആപത്താ. വിപത്ത് വിസ്മരണം വിഷ്ണോഹോ. തത്സ്മൃതി സമ്പത്തി കാരണം, ആ സ്മരണ സമ്പത്തിന് കാരണ. അപ്പം അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നീ കൃഷ്ണനെ ഓർക്കാതെ ഇരുന്നുണ്ടോ? ആത്മബന്ധുന രഹിത ഉണ്ടായിണ്ടോ? അഹം ഹൃദയേന ശൂന്യ അസ്മി, ഞാൻ ഹൃദയത്തോടുകൂടി വേറിട്ടവനാകുന്നു. മന്യസേ കച്ചിൽ, നീ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ? അന്യഥ, മറ്റൊരു വിധത്തിൽ പറയാച്ചാൽ നരുക്ക്, ശോകമുണ്ടാവില്ല. അത് അങ്ങനെയല്ലാക്കിയ എപ്പോഴും കൃഷ്ണസ്മരണ ഉണ്ടെങ്കിൽ ദുഃഖമുണ്ടാവില്ല, ഉറപ്പിച്ചു. കച്ചിത് പ്രേഷ്ഠതമേന അഥ, എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടോ അർജുന? പ്രേഷ്ഠതമേന അഥ, എപ്പോഴും പ്രേമത്തോടു കൂടി തന്നെ
അഥ ഹൃദയേന ഈ മനസ്സോട് കൂടിയിട്ട് ആത്മന ആത്മബന്ധുന ഈ പരമാത്മാവായിട്ടുള്ള ഭഗവാനായിട്ടുള്ള കൃഷ്ണനോട് കൂടിയിട്ട് എപ്പോഴും ചേർന്ന് ഇരിക്കുക തന്നെ അല്ലേ ഉണ്ടായിട്ടുള്ളൂ. കച്ചിത് പ്രേഷ്ഠതമേന അഥ ഹൃദയേന ആത്മബന്ധുന അങ്ങനെ തന്നെ അല്ലേ ഉണ്ടായിട്ടുള്ളൂ. ശൂന്യഹാസ്മി എപ്പോഴെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടോ? ശൂന്യമായിട്ടുണ്ടോ? ഈ ആത്മബന്ധുന രഹിത ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ ആത്മബന്ധുന നിത്യം മന്യസേ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. തേ അന്യഥ നരുക്ക് അതങ്ങനെ അല്ലെങ്കിലോ അത് പാടില്ലാത്തതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? തടുക്കുക തന്നെ വേണം. രുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിന് കാരണം. അപ്പോൾ തടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക? ഇതിനെ കൃഷ്ണനെ സ്മരിക്കുകയാണെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. കൃഷ്ണനെ സ്മരണ വിട്ടു എങ്കിൽ, കൃഷ്ണനെ സ്മരിച്ചിട്ടില്ല വെച്ചാൽ ദുഃഖം ഉണ്ടാവും. നിനക്ക് ദുഃഖം ഉണ്ടായിണ്ടോ? കൃഷ്ണനെ നിന്നിൽ നിന്നും എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ചില തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് കൃഷ്ണസ്മരണ വേണ്ട, കൃഷ്ണസ്മരണ വരില്ല, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അല്ലാണ്ട് കൃഷ്ണനെ കരുതി കൂട്ടിയിട്ട് അർജുന ഒഴിവാക്കില്ല. തെറ്റിന്റെ ശിക്ഷയായിട്ട് ചിലപ്പോ കൃഷ്ണസ്മരണ വിടാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിനക്ക് ലജ്ജ തോന്നിയിട്ടുണ്ടോ? കച്ചിൽ പ്രേഷ്ഠതമേനാഥ ഇതൊക്കെ എന്നോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഭക്തന്മാരോട് ഭഗവാൻ ചോദിക്കുന്നതായിട്ട് ചോദ്യം. അങ്ങനെ കണക്കാക്കിയതൊക്കെ ശരിയായി. കച്ചിത് പ്രേഷ്ഠതമേന അഥ ഏറ്റവും പ്രേമത്തോടു കൂടിയിട്ട് അങ്ങനെ തന്നെ ഇപ്പോ ഹൃദയേന ഈ മനസ്സുകൊണ്ട് ആത്മബന്ധുന ഈ ശ്രീകൃഷ്ണാകുന്ന പരമ ഈശ്വരനിൽ ശൂന്യ അസ്മി ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ? രഹിത അസ്മി ഭഗവാൻ നമ്മിൽ നിന്നും വിട്ടുപോവുക അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടോ? ശൂന്യത അസ്മി ഭഗവാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആത്മബന്ധുന രഹിത ശൂന്യ അസ്മി ഭഗവാൻ നമ്മിൽ നിന്നാണ് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശൂന്യമായി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിത്യം മന്യസേ ആത്മബന്ധുന നമ്മളെപ്പോഴും ആ ഭഗവാനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തേ അർജുന നിനക്ക് അന്യഥ അങ്ങനെ സംഭവിച്ചോ? കൃഷ്ണൻ ഇല്ലാത്തൊരവസ്ഥ സംഭവിച്ചോ? എന്നരുക്ക് അങ്ങനെ ദുഃഖം സംഭവിക്കരുത് കേട്ടോ. ഭഗവാൻ ഉണ്ടെങ്കിൽ ദുഃഖമില്ല, ഭഗവാൻ ഇല്ലെങ്കിൽ ദുഃഖം വരും കേട്ടോ. അതിനെ തടയണം. എന്തിനാ തടയേണ്ടത്? നമ്മിൽ നിന്നും ഭഗവാൻ മറയുക എന്നൊരു ഭാവം വന്നു വെച്ചാൽ അപ്പോൾ തന്നെ അത് തടയപ്പെടണം. എങ്ങനെയാ തടയേണ്ടത്? നമ്മളെപ്പോഴും സ്മരണയിലിരിക്കണം, എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്? ആവശ്യമില്ലാത്ത ചിന്തിക്കുക നമ്മൾ, അതല്ല ആവശ്യമുള്ളതാ ചിന്തിക്കുന്നത്. എപ്പോഴും ശ്രീകൃഷ്ണ സ്മരണ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള ചിന്തി. നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലാതെ കണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് ഈ ശതധൃതി ഉണ്ടല്ലോ, ധൃതവ്രതൻ അങ്ങനെ സംഭവിച്ചു വെച്ചാൽ എപ്പോഴും സ്ഥായി ഭാവത്തിലുള്ള ഈശ്വര സ്മരണയ്ക്ക് കോട്ടം വരും. ആ കോട്ടം വരുമ്പോൾ ഇടയ്ക്ക് ഓർമ്മ വരും. സ്ഥിരമായിട്ട് കൃഷ്ണസ്മരണയുണ്ടെങ്കിൽ ഈ കോട്ടം വന്നു എന്ന് മനസ്സിലായാൽ വേഗം കൃഷ്ണനിലെത്തും. ദൃഷ്ടിയും തഥാ പ്രതിനിവൃത്തിയ നിങ്ങൾ കൊണ്ടുവരണം. നമ്മൾ പിടിച്ചു കൊണ്ടുവരണം, കടിഞ്ഞാനിട്ട് കൊണ്ടുവരണം. അങ്ങനെ കൃഷ്ണനിലേക്ക് എത്തുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ കൃഷ്ണനെ കിട്ടി. വീണ്ടും നമ്മൾ വ്യാപൃതനായി ജോലികളിൽ ഏർപ്പെട്ടു. അപ്പോൾ രണ്ടും ഏത് ജോലി ചെയ്യുമ്പോഴും കൃഷ്ണസ്മരണ വിട്ട് കഴിഞ്ഞാൽ ഒന്ന് കൃഷ്ണനെ സ്മരിച്ചിട്ട് വീണ്ടും ജോലി ചെയ്യുക, കൃഷ്ണനെ സ്മരിക്കുക. ജോലികൾ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ കൃഷ്ണസ്മരണയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ദൃഷ്ടിയും തഥാ പ്രതിനിവൃത്തിയ വീണ്ടും വീണ്ടും കൊണ്ടുവരിക. ഇടയ്ക്ക് പല വിഷയങ്ങളിലായിട്ട് നമ്മൾ മനസ്സ് പോവുകയും ചെയ്യും. പോയിക്കോട്ടെ, കാരണം നമ്മുടെ ഡ്യൂട്ടീസാണ്, അത് ചെയ്യും വേണം, ഒപ്പം തിരിച്ച് ഇവിടെ എത്തുകയും വേണം. അതല്ലെങ്കിൽ അത് ദുഃഖത്തിന് കാരണമാവും. നീ ദുഃഖിക്കരുത്. കച്ചിൽ പ്രേഷ്ഠതമേനാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേ തേന്യഥാന്നരുക്ക്. അപ്പോൾ ഒരു കാരണവശാലും നമ്മിൽ കൃഷ്ണസ്മരണ ഇല്ലാത്തൊരു സമയം പോലും ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ അത് ശോകദുഃഖ ഭയങ്ങൾക്ക് കാരണമാവും. അത് ഇല്ലാത്ത സമയത്ത്, ഡ്യൂട്ടീസ് കൂടുതൽ ചെയ്യേണ്ട സമയത്ത്, ഡ്യൂട്ടിയിൽ വ്യാപൃതനായിട്ടുള്ള സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പ് കിട്ടുന്നത് കൃഷ്ണസ്മരണയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ
കൃഷ്ണസ്മരണ നമ്മിൽ നിന്ന് പോവില്ല. നമ്മുടെ ചെയ്യുന്ന ജോലികൾക്കൊക്കെ ഒരു നല്ല ശുഭ പര്യവസായിയായിട്ട് വരികയും ചെയ്യും. ഇത് അതിൻ്റെ നിയമം. അപ്പം ഇങ്ങനെ 45-ാമത്തെ ശ്ലോകം കൂടി പറഞ്ഞ് ഈ അധ്യായം സമാപിക്കുകയാണ്. കച്ചിൽ പ്രേഷ്ഠതമേനാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മിരഹിതോ നിത്യം മന്യസേതേന്യഥാ നരുക്ക്. ഇതേ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ യുധിഷ്ഠിര വിതർക്കോ നാമ ചതുർദശോധ്യായ. യുധിഷ്ഠിരൻ്റെ വിതർക്കം എന്നാണ് ഇതിന് പറയുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു ഭാഗം വളരെയധികം ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ മുഴുവൻ മനസ്സിലാവുള്ളൂ. അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവട്ടെ. അതിൻ്റെ സാരാംശമായിട്ടുള്ള ഒടുക്കത്തെ ശ്ലോകത്തിലെ ഈ ഒരു സന്ദേശം നമ്മിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മൾ എന്ത് പ്രവൃത്തി വേണമെച്ചാൽ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ഇൻ ബിറ്റ്വീനും ഇടയ്ക്കിടയ്ക്കും കൃഷ്ണസ്മരണയിലേക്ക് നമ്മുടെ മനസ്സെത്തുക, ഭഗവത് സ്മരണയിലേക്ക് എത്തുക. ഏത് ഉപാസനാ ദേവതയാണോ അവിടേക്ക് എത്തിച്ചാൽ മതി. കൃഷ്ണനെ തന്നെ സ്മരിക്കണം എന്നല്ല. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആ ദേവതയിലൂടെ കൃഷ്ണനിലേക്ക് എത്തിക്കോളും, വിഷ്ണുവിലേക്ക് എത്തിക്കോളും, പരമാത്മാവിലേക്ക് എത്തിക്കോളും, ഭഗവാനിലേക്ക് എത്തിക്കോളും. അതിന് തുണയ്ക്കട്ടെ ഭഗവാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണി. അടുത്ത ദിവസം അടുത്ത അധ്യായം പറയാം. നാരായണ, അത് പാണ്ഡവ മഹാപ്രസ്ഥാനം. നാരായണ നാരായണ.